ഞാനിപ്പോ ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എങ്ങോട്ടാ പോണെന്നായിരിക്കും നോമ്പൊക്കല്ലേ, പ്രത്യേകിച്ച് ഒരു പണിയില്ലാത്തതിനോട് കുളിച്ച് മാറ്റിയിട്ടാണ്ട് കിടന്നുറങ്ങാൻ വിചാരിച്ചു. കനകമ്മേ ഓ കഞ്ഞിയാകുമ്പോ വിളിച്ചാ നല്ലപോലെ കിടന്നുറങ്ങുമ്പോ കറണ്ട് പോണ എന്ത് കഷ്ടമാണല്ലേ. അല്ലെങ്കിൽ ഒരു പണിയില്ലാത്ത ഒരു കഷ്ടപ്പാടൊന്നും ഇപ്പൊ പണിക്ക് പോണ കെസിബിക്കാർക്ക് മനസ്സിലാവില്ല. അതെങ്ങനെയാണ് നല്ലപോലെ ഉറങ്ങാൻ പറ്റാത്ത വിഷമം മാറ്റാൻ വേണ്ടിട്ട് കുറച്ചു നേരം ദാമുനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൈബോ സ്പോർട്സിന് കിട്ടിയതാ. റിലേൻഡോ സൈബോ ഒറ്റക്ക് പൊരുത്തിട്ട് റിലേയിൽ കിട്ടിയതാ അല്ലേ? അതെ സൈബോ ഒറ്റക്ക് പൊരുത്തി കിട്ടിയതാ കേട്ടോ. എന്നാലും ഇവക്ക് ഇതെങ്ങനെ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. എന്തായാലും ഒരു മെഡൽ കിട്ടിയല്ലോ. ഞാനൊക്കെ പഠിക്കുമ്പോ ഒരു മെഡൽ പോയിട്ട് ഒരു മഡല് പോലും കിട്ടിയിട്ടില്ല. ഞാൻ ഒരു പണി എടുക്കണില്ല എന്ന് പറയരുത്. ഈ കാണുന്ന ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഞാനാണ്. നല്ലപോലെ ഞാൻ ചെടികൾ വളർത്തിക്കൊണ്ടിരുമ്പോ അതിനിടക്ക് പയറും ചീരിയും നടന്നു. നല്ലപോലെ ഞാനൊരു സാധനം ഉണ്ടാക്കില്ല. ഉമ്മ ബടിയും കൂടി നടാൻ പോയിരുന്നിട്ട് ഞാൻ സമ്മതിച്ചില്ല. ഞാൻ ഓരോന്നും ഇങ്ങനെ പുതിയതായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരാണ്. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയതിനു ശേഷം ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കട്ടെ നമ്മള്. ഇങ്ങനെ ഫുഡ് കൊടുത്താലും കഴിക്കാത്ത സൈബ നോമ്പ് തുറക്കുമ്പോൾ മാത്രം ഇതിന് മാത്രം ഫുഡ് എങ്ങനെ കഴിക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ട്. അങ്ങനെ നോമ്പ് തുറന്നിട്ട് ഞാൻ നേരെ പള്ളിയിൽ പോയി വന്നിട്ടോ. നോമ്പായ പിന്നെ 10 ചിക്കൻ കറി നിർബന്ധമാണല്ലോ. അങ്ങനെ 10 ചിക്കൻ കറി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൈബ ഒരു സാധനം കൊണ്ടു തന്നത്. ഇത് കാണുമ്പോൾ നല്ല സ്നേഹമുള്ള ഒരു അനിയത്തിയെ കിട്ടിയ റാഷിന്റെ ഭാഗ്യം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നി. ഇവക്ക് ഇത് പതിവില്ലാത്തതിനെ കൊണ്ട് ഞാൻ ഇതൊക്കെ സംശയത്തിന്റെ കണ്ണോട് കൂടി തന്നെ കാണലുള്ളൂ. പക്ഷെ സംഭവം എന്താണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. നിലത്ത് വീണ ബിസ്ക്കറ്റ് എടുത്ത് എനിക്ക് തന്നിട്ട് നല്ല ബിസ്ക്കറ്റ് ഓളിരുന്ന് തിന്നു. എന്താ അല്ലേ?